മക്കളെ നമുക്ക് ജൂൺ 18 ഒഫീഷ്യലി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഓൺഗോയിങ് ആയിട്ട് നടന്നിരുന്നു. ഇനിയും നമുക്ക് സ്പോട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ കുട്ടികൾ വരാനുണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താണ്, നമ്മുടെ +1 ലൈഫിലെ ആദ്യത്തെ ഒരു എക്സാം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം ഓണം എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ +1 കയറിയപ്പോൾ, അതായത് +1 കോമേഴ്സിലേക്ക് കയറിയപ്പോൾ കംപ്ലീറ്റ്ലി എൻറ്റയർലി പുതിയ സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യമായിട്ടൊരു എക്സാം ഫേസ് ചെയ്യാൻ പോവാണ്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, +1 ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് എക്സാമിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഓണം എക്സാമിന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് എക്സാമിന് വരുന്നത്. പൊതുവേ നമുക്ക് ആദ്യത്തെ ഒരു എക്സാം, നമ്മൾ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പോർഷൻസ് ഒന്നും ഈ എക്സാമിന് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് ഉള്ള വലിയ ചാപ്റ്റേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ്. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ആൻഡ് മൂന്നാമത്തത് എന്താണ്, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് എന്താണ്, നമുക്ക് ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. സോ ബിസിനസ് എന്താണ്, ബിസിനസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, കോമേഴ്സ് എന്താണ്, ഇത്തരത്തിലുള്ള വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അതുപോലെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈവറ്റ് എന്റർപ്രൈസസ്, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പ്രൈവറ്റ് എന്റർപ്രൈസസ് ആയിട്ട് വരുന്നത്, പബ്ലിക് എന്റർപ്രൈസസ് ഏതൊക്കെയാണ്, ഗ്ലോബൽ എന്റർപ്രൈസസ് നമുക്കറിയാം MNC മൾട്ടിനാഷണൽ കമ്പനീസ് ഇതെന്തൊക്കെയാണ്, ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. സോ ഇത്രയും ചെറിയൊരു പോർഷനെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഈ ഒരു ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അത് നമുക്ക് വരുന്ന എക്സാമിനും അല്ലെങ്കിൽ അടുത്തൊരു എക്സാമിനൊക്കെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും, ഈ ഒരു എക്സാമിന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കാര്യങ്ങളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.